ജീര റൈസ് വിത്ത് ദാൽ തടക്ക. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കാണാം ഇനി എന്തൊക്കെ വേണമെന്ന്. ഏറ്റവും ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വയ്ക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു 1/3 കപ്പ് നമുക്ക് തുവരപ്പരിപ്പ് വേണം. പിന്നെ 1/4 കപ്പിനെക്കാട്ടി കുറച്ച് നമുക്ക് ചെറുപയർ പരിപ്പ് വേണം. ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് 3 തവണ ഒന്ന് കഴുകി അരമണിക്കൂറത്തേക്ക് വേണ്ടി സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നിങ്ങൾ ഏത് കപ്പാണ് മെഷർ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അതനുസരിച്ച് എടുത്താൽ മതി. 1 കപ്പ് തുവരപ്പരിപ്പും പിന്നെ അതിൻ്റെ ഒരു 1/2 കപ്പ് നമുക്ക് ചെറുപയർ പരിപ്പ് എടുത്താൽ മതി. അങ്ങനെ വേണം എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് മസൂർ ദാലോ എന്ത് വേണമെന്ന് വെച്ചാൽ അതും എടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉപ്പ്, മല്ലിയില, 3-4 പച്ചമുളക് എരിവനുസരിച്ച് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. തുവരപ്പരിപ്പ് കഴുകി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റുക. പിന്നെ ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിനകത്ത് നമുക്ക് ഈ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പേസ്റ്റുണ്ട്, അത് പകുതി ഇടണം. പിന്നെ തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും 1 സ്പൂൺ എണ്ണയും കൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണ ഒഴിച്ചിട്ട് വേണം പരിപ്പ് വേവിക്കാൻ എപ്പോഴായാലും. അപ്പോൾ അത് ടേസ്റ്റ് ഇച്ചിരി കൂടി നല്ലതായിട്ട് കിട്ടും എണ്ണ ഒഴിച്ച് നമുക്ക് വേവിക്കുമ്പം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കേട്ടിട്ട് നമുക്ക് 3 വിസിലൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് 1 വിസിൽ, അങ്ങനെ ടോട്ടൽ 4 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം കുക്കറിൻ്റെ അടപ്പ് ഊരാനായിട്ട്. അത് മുന്നേ നമുക്ക് ബാസ്മതി റൈസ് എടുക്കുക. 2 കപ്പ്, ഈ കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പ്. നിങ്ങൾ എങ്ങനെ ഏത് കപ്പാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നമുക്ക് അരമണിക്കൂറത്തേക്ക് അതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് വരത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തടക്ക റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അത് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്ത് വേണം ചെറുജീരകം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാനകത്ത്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വെച്ചേക്കാൻ തക്കാളി ഉള്ളത് അതും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പരിപ്പിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ ജീര റൈസും ദാൽ തടക്കയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോംബോ ആയത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോന്നില്ലയെന്ന്. ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തോ കാണണമെന്ന് വെച്ചാൽ അതും എന്നെ അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ നമുക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇടാനായിട്ട്. മസാലയൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ മൂത്ത്. ഇനി അതിന് ശേഷം നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം വേണം നമുക്ക് ആഡ് ചെയ്യാൻ. കൂട്ടാൻ ഏത് വെച്ചാലും പരിപ്പ് വെച്ചാലും അത് വേറെ ഏത് കൂട്ടാൻ ആവശ്യം നമുക്ക് ഇടയ്ക്ക് വെച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ ചൂടുവെള്ളമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കല്. അതിൻ്റെ ടെമ്പറേച്ചർ ലോ ആയി പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൊള്ളാതാവും. ടേസ്റ്റ് കൊള്ളത്തില്ല. അത് കാരണം കൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാനായി ശ്രദ്ധിക്കാവുള്ളൂ ഇടയ്ക്ക് വെച്ച്. ഞാൻ അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളമൊന്നും എനിക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിനകത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇടുക. അത് പരിപ്പൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, അവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു തടുക്കയും കൂടെ റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതൊന്ന് കാണാനായിട്ട് ഗാർണിഷിന് വേണ്ടിയായിട്ട് ചെയ്യുന്നതാണ്. ഇച്ചിരി എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം നമുക്കൊരു പാനിൽ. എണ്ണ ചൂടായി വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ഏതിലാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് വെച്ചിട്ട് അതിന് മേളിൽ ഇത് നമുക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിനി അതിനകത്ത് കറുകയില, കറുകപ്പട്ട, പിന്നെ തക്കോലം, ഗ്രാമ്പൂ ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും വേണം ഇടാനായിട്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഇച്ചിരി അധികം വേണം ഇടാനായിട്ട്, എന്നാലേ റൈസിൽ അത് പിടിക്കത്തേ ഉള്ളൂ. പിന്നെ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരിയിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നമുക്ക് 90% ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വേണം ഇത് മാറ്റി വെക്കാനായിട്ട് തണുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെന്ത് ഉടഞ്ഞു പോകാൻ, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ബാസ്മതി റൈസ് ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് കളർ കിട്ടാനായിട്ടും. പിന്നെ അത് അരിയൊക്കെ എല്ലാം ഒരുമിച്ച് ഒട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ അരിയൊന്ന്, ഈ ചോറൊക്കെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തിയിടാം. തണുക്കാൻ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇതുപോലെ അവർ അരി ഇതുപോലെ ചോറ് ഇതുപോലെ വേവിച്ച് വെക്കും. പിന്നെ നമ്മൾ എപ്പോഴാണ് നമുക്ക് ജീര റൈസ് വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം അവർ നമുക്ക് റെഡിയാക്കി തരുന്നത്. അതുപോലെ നമുക്കിതുപോലെ ഒന്ന് എല്ലാം ഒന്ന് നിരത്തിയിടാം. അപ്പോൾ നമ്മൾ 90% വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമ്മൾ ആണെങ്കിൽ ഇനി ജീര റൈസ് റെഡിയാക്കും. ബാക്കിയുള്ളത് എന്നാലും നമുക്ക് വേവിച്ചെടുക്കണം. അങ്ങനെ ചോറെല്ലാം കൂടെ ഞാൻ എല്ലാം ഒരു പാത്രത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഈ സ്പൈസൊക്കെ ഇട്ടൊക്കെ നമുക്കതൊക്കെ ഒന്ന് മാറ്റി എടുക്കാം. ഇതൊക്കെ ഇനി ആവശ്യമില്ല. ഇതിൻ്റെ എത്രയും ഗുണങ്ങളൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ആ ചോറിനകത്തെല്ലാം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ആ പാനിന് വേറൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുജീരകം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പല്ലിലൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച റൈസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. സൈഡിൽ കൂടെ ഇതുപോലെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ചോറൊക്കെ ഉടഞ്ഞു പോകാതെ വേണം ചെയ്യാനായിട്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ബാക്കിയുള്ളത് വേവാനുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന്. എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.